എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സിനിമകളുടെ വിജയാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ സിനിമകളായാലും എൻ്റെ സഹപ്രവർത്തകരുടെ സിനിമകളായാലും ഒരുപാട് വിജയാഘോഷങ്ങളുടെ ഭാഗമാകാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും വൈകാരികമായിട്ട് ഒരു വിജയാഘോഷത്തിൻ്റെ വേദിയിൽ നിൽക്കുവാൻ ഉള്ള സാഹചര്യം ആദ്യമാണ്. നമ്മുടെ ഒരു പ്രിയ സഹപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ആ പ്രിയ സഹപ്രവർത്തകൻ്റെ വേർപാട് നമ്മൾ എല്ലാവരെയും ഈ സിനിമയുടെ ഒപ്പം വർക്ക് ചെയ്തതിൽ ഉൾപ്പെടുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും വലിയ സങ്കടം നൽകുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഈ നിർമ്മാതാവിൻ്റെ ഭാഗത്തു നിന്ന്, ഈ ടീമിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അവരാലാകുന്ന വിധത്തിൽ സപ്പോർട്ട് ചെയ്യാൻ നടത്തിയ ഈ ഒരു ഇടപെടലിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ അസോസിയേഷൻ്റെ FFKയുടെ മെമ്പറാണ് എന്ന് നിങ്ങൾ കരുതുന്നു. തീർച്ചയായിട്ടും ആ രീതിയിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സംഘടനയുടെ ഭാഗത്തുനിന്നുള്ള സഹായം സ്വാഭാവികമായിട്ടുള്ള ലഭിക്കുന്ന പോലെയുള്ള പരിഗണന അക്കാര്യത്തിലും ഉണ്ടാകും എന്ന് ഞാൻ ആ യൂണിയൻ്റെ ഭാരവാഹികളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സാധിക്കും. ഈ സിനിമ ഇറങ്ങിയ സമയത്തും IFFയിൽ പോയ സമയത്തുമൊക്കെ ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിരുന്നു. ഒരുപാട് വലിയ അഭിപ്രായങ്ങൾ കേട്ടിരുന്നു. അന്നൊന്നും ഈ സിനിമ കാണാൻ കഴിഞ്ഞില്ല. ഞാൻ ഈ സിനിമ കാണുന്നത് ഇന്നലെ രാത്രിയാണ്. അത് ഇവിടേക്ക് വരുന്നതിന് മുമ്പ് അത് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ വിമിയോയിലുള്ള ഒരു ലിങ്കാണ് കിട്ടിയത്. വലിയ സ്ക്രീനിൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് സാധിച്ചില്ല. എങ്കിലും ആ ചെറിയ സ്ക്രീനിൽ അത് കണ്ടപ്പോൾ എന്നെ വല്ലാതെ സ്പർശിച്ചൊരു സിനിമയാണ്. നമുക്ക് വൈകാരികമായിട്ട് ഒരുപാട് നമ്മളെ ക്യാരി ചെയ്യുന്നൊരു സിനിമയായിരുന്നു. വളരെ മികച്ച രീതിയിൽ ചിത്രീകരിച്ചു. പുതിയ സംവിധായകനാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നാത്ത രീതിയിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ സിനിമ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ആ സംവിധായകൻ്റെ ഇതിൻ്റെ എല്ലാ ഘടകങ്ങളും, ടെക്നിക്കലിയുള്ള എല്ലാ ഘടകങ്ങളും ഏറ്റവും മികവുപെടുത്തിയിട്ടുണ്ട്. അതേപോലെ ആക്ടേഴ്സിനെ എടുത്തു പറയേണ്ടതാണ്. ഓരോരുത്തരും പുതിയ ആൾക്കാരാണ്. ഇവരാരെയും നമ്മൾക്ക് കണ്ട് മുഖപരിചയമുള്ള ആൾക്കാർ അധികം പേരില്ല. കുട്ടികൾ ജയചന്ദ്രനെ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് പരിചയപ്പെടുന്നത്. പിന്നെ അരുണാണ്. ഇവരെ രണ്ടുപേരെ മാത്രമേ നമുക്ക് കണ്ട് പരിചയമുള്ള ആൾക്കാരായിട്ട് ഉള്ളൂ. ബാക്കിയെല്ലാം പുതിയ ആൾക്കാരാണ്. അദ്ദേഹത്തിൻ്റെ നായകനായിട്ട് അഭിനയിച്ച ആളെ എനിക്ക് പേരറിയില്ല ഇപ്പോഴും. നിതീഷ്. ഓക്കെ. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ഇതിനകത്തൊരു ആർട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളുടെ ജീവിതമായിട്ടാണ്. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഏതൊരു ആർട്ട് അസിസ്റ്റൻറ്റിനെ തന്നെയാണ്. അങ്ങനെയാണോ ആർട്ടിൽ വരെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? അദ്ദേഹം ശരിക്കും എനിക്ക് പരിചയമുള്ള ഏതൊരു ആർട്ട് അസിസ്റ്റൻറ്റ്, ആർട്ട് ഡയറക്ടറിലേക്ക് ഒരു ആൾ അങ്ങനെ തന്നെ തോന്നിപ്പിക്കുന്ന രീതി, വളരെ നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള രൂപവും ഈ ഇദ്ദേഹത്തിലെ ഈ ജിവ്യ, ഞാൻ അത് കഴിഞ്ഞിട്ട് പടം കഴിഞ്ഞിട്ട് ഈ പേര് ഇവരുടെയൊക്കെ മുഖമുള്ള ചെറിയ അക്ഷരങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ജിവ്യ എന്നെ വന്ന് പരിചയപ്പെട്ടപ്പോഴാണ് പേര് അറിയുന്നത്. ഇപ്പൊ കണ്ട ഈ സിനിമയെ കണ്ട ആളാന്നും പറയില്ല. പ്രത്യേകിച്ച് ഇതിന്റെ ആദ്യ ഭാഗങ്ങളിൽ കണ്ട ആള് പിന്നീട് ഇവരുടെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ അയാൾ തന്നെയാണ് ഇയാളെന്ന് തോന്നുന്ന രീതിയിൽ ഭയങ്കരമായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ ആ ക്യാരക്ടറിനെ കൃത്യമായിട്ട് അവർ ഹാൻഡിൽ ചെയ്തു. അതും വളരെ ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്. വലിയ അഭിനന്ദനങ്ങൾ രണ്ടുപേർക്കും. കൂടെ അഭിനയിച്ചവർക്ക് അരുണായാലും, അരുൺ വളരെ ചെറുപ്പകാലത്ത് സിനിമയിൽ അഭിനയിച്ച് വന്നാലാണ് പെട്ടെന്ന് അരുണിനെ സ്ക്രീനിൽ വളർന്നു വിട്ട് ഞാൻ അടുത്ത കാലത്താണ് കാണുന്നത്. എല്ലാവരും വളരെ നന്നായി ചെറിയ വേഷങ്ങൾ ചെയ്ത ആൾക്കാരുണ്ട്. ആ ബസ്സിന്റെ കിളിയായിട്ട് ആൾക്കുണ്ട് അവിടെ. എല്ലാവരും എനിക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തെയാണ്, അദ്ദേഹത്തിന്റെ രൂപവും. ഓരോരുത്തരും വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ചെറിയ വേഷം. അതിനകത്ത് പ്രീച്ചു ഒക്കെ ഉണ്ടോ?
പ്രണവ് എൻ്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് എനിക്ക് ആ പേര് പറഞ്ഞ പ്രത്യേകത കൊണ്ടും ആളെ അറിയാം. അപ്പൊ അങ്ങനെ എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചു എന്നുള്ളതാണ്. വളരെ റിയലിസ്റ്റിക് ആണ്. അവർ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നില്ല. അവരങ്ങനെ അവിടെയുള്ള ആൾക്കാരാണ് കൃത്യമായിട്ടും. നമ്മുടെ പാശ്ചാത്യവൽക്കരണം ഉണ്ട് അവിടെ നിന്ന്. എല്ലാവരും വളരെ കാരിക്കേച്ചർ സ്വഭാവമുള്ള കുറെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നു നന്നായിട്ട്. ഞാൻ ഇന്നലെ രാത്രി വളരെ ലേറ്റ് ആയിട്ടുണ്ട് സിനിമ കണ്ടത്. പക്ഷെ ആ സിനിമ എന്റെ ഉറക്കം കളഞ്ഞെന്നുള്ളതാണ്. അത്രമാത്രം നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ച ഒരു സിനിമയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവർ രണ്ടുപേരും കൂടെ എന്തോ ഒരു ആത്മഹത്യ ശ്രമമായിരിക്കാം, എന്തിനാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇപ്പോഴേ അന്വേഷിച്ചു പോവുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇന്റൻഷൻ എന്താണെന്നുള്ളത് ചിലപ്പോൾ അത് വളരെ വളരെ നമുക്കൊക്കെ ഒരു പുതിയ അറിവാണ്. അങ്ങനത്തെ ഒരു ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ മനുഷ്യർ കടന്നു പോകുന്നതാണ്. തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഈ വേദിയിലേക്ക് എത്തുവാൻ കഴിഞ്ഞതിൽ ഇവരെയൊക്കെ ഇന്ന് നേരിൽ കാണുവാൻ കഴിഞ്ഞതൊക്കെ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു സിനിമ നിർമ്മിക്കാൻ തയ്യാറായ അനു അനന്തനും അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർ പക്ഷേ സ്വീകരിക്കാൻ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ആൾക്കൂട്ടം എത്തിപ്പെടാൻ കഴിയാതെ പോയത് പക്ഷെ അറിയപ്പെടുന്ന ആൾക്കാരുടെ കുറവും ഒക്കെ ആയിരിക്കും. പക്ഷെ OTT-യിലേക്കും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ കാണുകയും ഒരുപാട് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. അത് വലിയ ഭാഗ്യമാണ്, വലിയ അനുഗ്രഹമാണ്. തുടർന്നും മികച്ച സിനിമകൾ ചെയ്യാൻ ഈ ടീമിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.